കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ എന്നും നടക്കുന്ന ചർച്ച പോലെ തന്നെ ശബരിമല വിഷയത്തെക്കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ പുതുതായി എത്തിയ എഡിറ്റർ മാധു സജി ഈ പേര് പ്രത്യേകമായി പറയുന്നതിന് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ മാധുവിൻ്റെ ചർച്ചകളും മാധുവിനോട് റെസ്പെക്റ്റൊക്കെ ഉള്ളതാണ്. പക്ഷേ റിപ്പോർട്ടറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മുതൽ മാധു എന്താണ് പറയുന്നതെന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും മാധുവിന് തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. മാധു പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അതെന്തുകൊണ്ട് സംസാരിക്കണമെന്നുള്ളത് പൊതുവേ ഞാനിങ്ങനെ മറ്റുള്ള വ്യക്തികൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ സംസാരിക്കുന്ന രീതികളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വളരെയധികം അത്യാവശ്യമായി പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ്. കാരണം ആ ചർച്ചയിൽ മാധു പറയുന്നൊരു കാര്യമുണ്ട്. കാരണം വീണ്ടും സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ വന്ന് ശബരിമലയിലേക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ യുവതി പ്രവേശനത്തിന് വീണ്ടും ഒരു പരിഗണന വന്നു കഴിഞ്ഞപ്പോൾ മാധു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇങ്ങനെ ഒരു വിധി വന്നു അല്ലെങ്കിൽ CPIM ഇടതുപക്ഷ പാർട്ടികൾ വീണ്ടും യുവതികളെ കയറ്റാമെന്നൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഓരോ വീട്ടിലുമല്ല ഓരോ തെരുവിലും അനേകം ദീപങ്ങളും അല്ലെങ്കിൽ നിലവിളക്കുകളും ഒക്കെ തെളിയും എന്ന്. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാധുവിനോടാണ്. കാരണം സ്മൃതിയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പുള്ളിക്കാരി ഒരു വിമർശനങ്ങളൊന്നും അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ആ ഒരു നിലവാരം പുള്ളിക്കാരി പുലർത്തുന്നുമില്ല. പക്ഷേ മാധുവിനെ പോലുള്ള പത്രപ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നാട്, നമ്മുടെ കേരളം, അത് എത്രയോ കാലങ്ങളായി എത്ര മനുഷ്യരുടെ വിയർപ്പും ചോരയും കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ കാരണം നമ്മൾ കെട്ടിപ്പടുത്ത ഒരു മനോഹരമായ സ്ഥലമാണ്. അതിന് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊരു പേര് വെറുതെ വന്നതല്ല. വളരെയധികം മനുഷ്യരുടെ പരിശ്രമങ്ങളും ജീവിതങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഏതാണ്ട് 4 കോടി ജനങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ശരാശരി ഒരു കണക്ക് വെച്ചുകൊണ്ട് 40-45 ലക്ഷം ആൾക്കാരാണ് ശബരിമലയിൽ ശരാശരി ഒരു കൊല്ലം വരുന്നത്. ആ 45 ലക്ഷത്തിൽ 20-25 ലക്ഷം ആൾക്കാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെയുള്ളൊരു 20 ലക്ഷം ആളുകൾ മാത്രമാണ് ശബരിമലയിൽ ശരാശരി പോകുന്നത്. എൻ്റെ ചോദ്യം, എത്രയോ കാലങ്ങളായി ഈ ശബരിമല 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 എന്നുള്ളൊരു വിഷയം തന്നെ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മറ്റുള്ളവരോടും വിയോജിപ്പുണ്ട്. ഉറപ്പായും ആൻഡ്രോ സാറും അരുൺ സാറുമൊക്കെ വളരെയധികം ഈ കാര്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രൊപ്പഗാണ്ടകളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എതിർക്കുകയും കറക്റ്റായിട്ടുള്ളൊരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിൽ സ്പർദ്ധത ഉണ്ടാക്കുന്നതിനെ കൃത്യമായി ഖണ്ഡിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയം മാത്രം ഡെയിലി എന്ന വണ്ണം വരുമ്പോൾ ആൾക്കാർക്കത് എത്രമാത്രം മടുപ്പുണ്ടാക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഈ ഒരു 20 ലക്ഷം ആൾക്കാർ മാത്രമല്ല കേരളത്തിലുള്ളത്. മറ്റുള്ള അനേകം ആൾക്കാരുണ്ട്, മറ്റുള്ള അനേകം പ്രശ്നങ്ങളുണ്ട്. ആസ് മീഡിയ പേഴ്സൺ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ് ടു. കാരണം ബാക്കിയുള്ളൊരു 3.5 കോടിയിലേറെ വരുന്ന ജനങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ എന്നും ഈ ശബരിമല വിഷയം മാത്രം എടുത്തുകൊണ്ട് വന്ന് അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുമ്പോൾ അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാധുവിനോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മാധുവിൻ്റെ ഞാൻ കണ്ടിടത്തോളം വെച്ച് അറിഞ്ഞിടത്തോളം വെച്ചും മാധുവിനും ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ കുടുംബത്തെ അധിക്ഷേപിക്കുകയോ അവമാനിക്കുകയോ ഒന്നുമല്ല. ആ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ മാധു എന്താണ് അവരെ പഠിപ്പിക്കുന്നത്? ആർത്തവം എന്നുള്ളത് അവമാനമെന്നാണോ, അല്ലെങ്കിൽ ആർത്തവമുള്ള സമയത്ത് ഒരു പെണ്ണ് അശുദ്ധയാണെന്നാണോ? ഇതാണോ മാധു തൻ്റെ മകൾക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന പാഠം? എൻ്റെ ചോദ്യം ഇതാണ്. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും അല്ലാതിരുന്നൊരു കാരണം ഉണ്ടായിരുന്നു. ഒരു കൊറോണ ഉണ്ടായിരുന്നു, പ്രളയമുണ്ടായിരുന്നു. ഈ ഒരു കാലത്ത് എനിക്കറിയാം, എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള അമ്മമാർ, എൻ്റെ അമ്മയുടെ പേരുള്ള 2 അമ്മമാരുണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ, ഓമന എന്ന പേരിൽ. അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രളയം വന്നപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ഉടുപ്പുകളും അല്ലെങ്കിൽ അടിവസ്ത്രങ്ങളൊക്കെ 50 രൂപയോ 100 രൂപയോ, അന്നൊന്നും മഴയും മറ്റു പ്രശ്നങ്ങളും കാരണം ആർക്കും പണിയില്ല, എല്ലാവരും ബുദ്ധിമുട്ടാണ്.
എന്നിട്ടും 50-100 രൂപയ്ക്കൊക്കെ പോലും അടിവസ്ത്രങ്ങളാണെങ്കിലും വാങ്ങിച്ച് അവരത് നല്ലപോലെ പാക്ക് ചെയ്ത് പ്രളയകാലത്ത് ഷെൽട്ടർ ഹോമിലും സ്കൂളുകളിലുമൊക്കെ കിടക്കുന്നവർക്ക് വേണ്ടി അയച്ചു കൊടുത്ത ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇനി അത് കൊടുക്കാൻ പറ്റാത്തവർ അവരുടെ ഏറ്റവും പുതിയ ഉടുപ്പുകൾ നന്നായി കഴുകി വൃത്തിയാക്കി തേച്ച് അതെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു മനസ്ഥിതിയോടുകൂടി തന്നെ കൊടുത്തുവിട്ട ആൾക്കാരെ എനിക്കറിയാം. ഇതിലെല്ലാം ഉപരി ഈ നിങ്ങൾ ഈ ഗുണ്ടകളെന്ന് വിളിക്കുന്ന DYFI SFI പിള്ളേർ, എൻ്റെ സംഘടനയിലെ ആൾക്കാർ, ഞാൻ കണ്ടിട്ടുള്ളത്, മറ്റുള്ളവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ DYFIക്കാർ ചെയ്തൊരു കാര്യം മാത്രം ഞാൻ പറയുന്നതാണ്. അവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഓരോ അമ്മമാരോടും സഹോദരിമാരോടും അന്നത്തെ ഈ സ്കൂളുകളിലേക്കും ഈ ഷെൽട്ടർ പ്രദേശങ്ങളിലേക്കും ഉള്ള ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി നാപ്കിനുകൾ, സാനിറ്ററി പാഡുകൾ കടമായി വാങ്ങി അതും തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് കൊടുത്ത ഒരനുഭവം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷെൽട്ടർ ഹോമുകളിലേക്കോ ഈ പ്രളയകാലത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്ന ആൾക്കാരിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 10-15 വയസ്സ് മുതൽ 10-40 വയസ്സുള്ള ആണുങ്ങൾ ഈ സാധനം തലക്കേൽ ചുമന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോയി എരന്ന് വാങ്ങിച്ച് കൊണ്ട് കൊടുത്തിട്ടുള്ളൊരു കാലമുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ആ പ്രളയവും അന്ന് ആ കൊറോണയും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ആർക്കും മതങ്ങളില്ലായിരുന്നു, ദൈവങ്ങളില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ദൈവങ്ങളൊക്കെ പ്രളയകാലത്ത് മണ്ണിൽ പുതഞ്ഞ് ചെളിയിൽ പുതഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോൾ അന്നും ആ ദൈവങ്ങളെയൊക്കെ ഈ ചെളിയിൽ നിന്നും മണ്ണിൽ നിന്നുമൊക്കെ വാരിയെടുത്ത് ഈ ചെളിയും മണ്ണുമൊക്കെ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കാൻ പോയവരിലും ഈ പറഞ്ഞ ഹിന്ദു മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടെയും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അന്നൊക്കെ ദൈവങ്ങളുടെ മതം ആരും ചോദിച്ചിട്ടില്ല. അന്നൊക്കെ ഏത് പള്ളിയും ഏതമ്പലവും അതെല്ലാം ദൈവസ്ഥലങ്ങൾ തന്നെയായിരുന്നു. ആ ഒരു കാലം നമ്മൾ ഒരു കൊറോണ വന്നപ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെപ്പോലുള്ള കുറച്ച് മനുഷ്യരുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു സമൂഹം, അതായത് കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന കുറേയധികം ആൾക്കാർ. ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിലേക്ക് തിരിച്ചു വരണം, അവിടെ ഒരു കുഞ്ഞു വീട് വെക്കണം, എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കി അവിടെ തന്നെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഞങ്ങളെയൊക്കെ പ്രവാസികളായിട്ട് കൂട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളാരും വിദേശത്തല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർ സ്വപ്നം കാണുന്ന ഒരു കേരളമുണ്ട്, മനോഹരമായൊരു കേരളം. കാരണം ഞങ്ങൾക്ക് പുറത്ത് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ, കേരള ഈസ് നമ്പർ 1 എന്ന് തന്നെയാണ്. അത് കേരളത്തിൽ നിന്നായതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു റെസ്പെക്റ്റ് പൊതുവെ ഒരു 95% ആൾക്കാരിൽ നിന്നും കിട്ടാറുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കേരളമാണ് ഞങ്ങളുടെ സ്വപ്നത്തിലും ഞങ്ങളുടെ പ്രതീക്ഷകളിലും ഉള്ളത്. അതിനെ നിങ്ങളൊക്കെയായി തല്ലി തകർക്കരുത്, അല്ലെങ്കിൽ നശിപ്പിക്കരുത്. കാരണം ആ കേരളം വീണ്ടും അവിടെ തന്നെ ഉണ്ടാകണം. ഇത് പറയാനാണ് വന്നത്. ഇനി അങ്ങനെ ഒരു കേരളം നിലനിൽക്കാൻ ഇനിയും ഒരു കൊറോണയോ ഇനിയും ഒരു പ്രളയമൊക്കെ വീണ്ടും വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വരട്ടെ, അതല്ലേ നല്ലത്.